ഓം ശാന്തി. ദേഹത്തിൻ്റെ സ്മൃതിയിൽ നിന്നും ഒഴിവായി ഞാൻ എൻ്റെ സത്യസ്വരൂപത്തിലിരിക്കുന്നു. ഞാൻ ആത്മാവാണ്. ഓൾമൈറ്റി ബാബ സുപ്രീം ആത്മാവാണ്. ബാബ ആത്മീയ പ്രിയതമനാണ്. ഞാൻ ആത്മീയ പ്രിയതമൻ്റെ ആത്മീയ പ്രിയതമയാണ്. ഞാൻ ആത്മീയ പ്രിയതമ എൻ്റെ പ്രിയതമനിൽ പൂർണ്ണമായും സമർപ്പിതമാകുന്നു. സർവ പരിധിയുള്ള ആകർഷണങ്ങളിൽ നിന്നും മുക്തമാകുന്നു. ഞാൻ സമയം ലഭിക്കുമ്പോഴെല്ലാം ഏകാന്തതയിലിരുന്ന് സത്യമായ ആത്മീയ പ്രിയതമനെ ഓർമ്മിക്കുന്നു. ഈ ഓർമ്മയിലൂടെ ഞാൻ സ്വർഗത്തിൻ്റെ പദവി നേടുന്നു. രാത്രിയും പകലും ഞാൻ നിരന്തര ഓർമ്മയിലിരിക്കുന്നു. പരംപിത പരമാത്മാവായ ബാബ സംഗമത്തിൽ വന്ന് ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ച് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു. ഞാൻ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സുഖത്തിൻ്റെ ഭാഗ്യമുണ്ടാക്കുകയാണ്. യോഗത്തിലൂടെ ആത്മാവിലെ കറകളെ നീക്കുന്നു. ബാബയുടെ ഓർമ്മയിലിരിക്കുന്നതിലൂടെ സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദവി ലഭിക്കുന്നു. ഞാൻ ബാബയുടെ കുട്ടിയാണ്. ഈ ശരീരം ഉപേക്ഷിച്ചു പോയാൽ രാജകുമാരനായി മാറും. ഇത് ഓർമ്മിക്കുന്നില്ലെങ്കിൽ വിഘ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഞാൻ 21 ജന്മം പാവനമായ ദേവതയായിരുന്നു. പിന്നീട് ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരുമായി മാറി. ഇപ്പോൾ വീണ്ടും ബ്രാഹ്മണനായി മാറി. ഈ സ്വദർശന ചക്രം വളരെ സഹജമാണ്. ഞാൻ വികാരത്തെ ഇല്ലാതാക്കി ജ്ഞാനമാകുന്ന ചിതയിലിരിക്കുന്നു. ആത്മാവിന് 3-ാം നേത്രം ലഭിച്ചിരിക്കുന്നു. അതിനാൽ ആത്മാഭിമാനിയായി മാറണം. ഞാൻ ഈ ശരീരത്തിലൂടെ ദേവതയായി മാറുന്നു. ബാബ സത്യം മാത്രം പറഞ്ഞു തരുന്നു. സംശയബുദ്ധി നശിക്കും. അവർക്ക് പൂർണ്ണമായ സമ്പത്ത് നേടാൻ കഴിയില്ല. ഞാൻ പ്രിയതമനായ ബാബയെ ഓർമ്മിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നു. എത്ര സമയം ലഭിക്കുന്നുവോ അത്രയും ഓർമ്മയിലിരിക്കുന്നു. ഓർമ്മയിലൂടെ സതോ പ്രധാനമാകുന്നു. ഞാൻ വൃക്ഷപതിയായ ബാബയെ ഓർമ്മിക്കുന്നു. പവിത്രമായി മാറുന്നു. ഓരോ കാര്യവും ആത്മാഭിമാനിയായി ചെയ്യുന്നു. ദേഹ അഹങ്കാരം സമാപ്തമാക്കുന്നു. സത്യയുഗി രാജധാനിയിലേക്ക് പോകാൻ പെരുമാറ്റം രാജകീയമാക്കണം. പവിത്രമായി മാറുന്നതിലൂടെ പവിത്ര ലോകത്തിൻ്റെ
അധികാരിയാകുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബയുടെ സ്മൃതിയിലിരുന്നു കൊണ്ട് സഹജയോഗത്തിന്റെ അനുഭവം ചെയ്യുന്ന സഫലതാമൂർത്തിയാക്കുന്നു. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ നിമിത്തമാണ്. ചെയ്യിപ്പിക്കുന്നത് ബുദ്ധിവാനിലും ബുദ്ധിവാനായ ബാബയാണ്. ഈ സ്മൃതിയിൽ സഹജമായി യോഗത്തിന്റെ അനുഭൂതി ലഭിച്ചുകൊണ്ടിരിക്കും. അവിടെ സഹജമായി രാജ്യം ഭരിക്കാനും കഴിയും. ഇപ്പോൾ നിഴലുകൾ പോലെയാണ്. അവയിൽ നിന്നും പിന്തിരിഞ്ഞു നടന്നാൽ പിറകിലായി പോകുന്നു. ഓം ശാന്തി.